രണ്ടാമത്തെ കാര്യം അതേ സൂറത്ത്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. വലിമൻ അർത്ഥം വെക്ക് ചെവി തുറന്ന് പിടിക്കി. കോളേജ് കുമാരന്മാർ, കോളേജ് കുമാരികൾ, SSLC 9ാം ക്ലാസ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ, ഇവർക്ക് വേണ്ടിയാണ് ഉസ്താദ് നിങ്ങളോട് പറയുന്നത്. വളരെ കാലി പിടിച്ച് പറയാൻ, എൻ്റെ കുട്ടികൾ ഒരിക്കലും ഭയപ്പെടുത്തുന്ന പ്രസംഗങ്ങൾ കേൾക്കരുത്. ആ സമയം അവസാനിച്ചു. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കണം. അള്ളാഹുവിനെ നരകത്തിൽ നിന്ന് മനസ്സിലാക്കരുത്, റഹ്മത്ത് കൊണ്ട് മനസ്സിലാക്കണം. 313ാമത്തെ ക്ലാസ്സാണത്. 312 ക്ലാസ്സിലും നരകം എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് 3500 ക്ലാസ് പറഞ്ഞാലും നരകം എന്നൊരു വാക്ക് ഞാൻ പറയില്ല. നരകമില്ലേ? ഉണ്ട്. നരകല്ലേ? ഉണ്ട്. പക്ഷെ അത് നമ്മക്കില്ല. നമ്മളെന്തിനു പഠിക്കണം? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ ആരിലൊടുങ്ങിയാൽ അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ പിന്തിനെ പേടിക്കുന്നത്. ഞാൻ 15 കൊല്ലമായിട്ടുണ്ടാകും ഖബറിനെ പറ്റിയൊരു വയൽ പറഞ്ഞിട്ട്. പലരും പറയും അങ്ങനെ അത് ഒഴിഞ്ഞു മാറും, അങ്ങനത്തെ ഒഴിവാകും. എന്ത്? അതിൻ്റെ പിന്നിൽ ഖബറിനെ പറ്റി വയൽ പറയുന്നതിൻ്റെ പിന്നിൽ മിക്കവാറും അതിന് പറയാം വല്ല പള്ളി പൊളിക്കുക, മദ്രസ പൊളിക്കുക, പള്ളിക്ക് ഓഡിറ്റോറിയത്തിന് പൈസ ഉണ്ടാക്കുക പോലത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെല്ലുമ്പോഴാണ് ഉസ്താദെ നിങ്ങൾ ഖബറിനെ പറ്റിയൊരു വയൽ അറിയാം. അപ്പം നമ്മൾ നല്ല ജനങ്ങളെയൊക്കെ ഇതങ്ങോട്ട് ഒന്നായിട്ട് അവരുടെ പ്രഷറൊക്കെ കൂടുന്ന വിധത്തിൽ ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ട ആ വയലൊക്കെ പറഞ്ഞാൽ ആ സമയത്ത് ഇവർ റെസീറ്റ് മുച്ചിക്കൊണ്ട് നടന്നു. അതായത് ജനങ്ങളൊക്കെ പേടിച്ച് നിൽക്കുന്ന സമയത്തത് മുതലാക്കും. അപ്പോൾ എനിക്ക് 25-35 ലക്ഷമൊക്കെ വേണ്ടി വരും. അത് അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും. ഞാനതിന് ഒഴിഞ്ഞു മാറലാണ്. എന്തുകൊണ്ട്? പേടിപ്പിക്കുന്ന ഒരു പടച്ചവനെ മനസ്സിലാക്കുന്നത് 3ാം നമ്പറാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എനിക്ക് ഈ പ്രസംഗം തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം പടച്ചോനെ ഒരു ഭീകരനായിട്ടാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത് എന്നാണ്. ഇതുകൊണ്ടാണ് ഈ പ്രസംഗം ഞാൻ തുടങ്ങിയത്. നിങ്ങൾ അള്ളാഹിനെ മനസ്സിലാക്കാത്തത് എന്താ? ആദ്യത്തെ ആയത്തിൽ അള്ളാഹു തആല പറഞ്ഞത് 2 വട്ടം റഹ്മത്ത. എന്നിട്ട് നിങ്ങൾക്ക് അള്ളാഹിനെ സ്നേഹിക്കാൻ തോന്നിയില്ലേ? ബിസ്മില്ലാഹി ഒന്ന് ഉറക്കെ പറ. ഈ പടച്ചോനെ പറ്റി എന്തിനാണ് നിങ്ങൾ ഈ ഭീഷണിപ്പെടുത്തുന്നത്? നരകല്ലേ? അത് ഉണ്ടായിക്കോട്ടെ, നിനക്കണ്ട. ഈ പടച്ചോനെ സ്നേഹിക്ക്. എടാ, അടിക്കുന്ന അധ്യാപകനെയും അധ്യാപകന്റെ അടി, അധ്യാപകന്റെ സ്നേഹം, ഇതിൽ നമുക്ക് ആ സഹിക്കാൻ കഴിയാത്തത് അധ്യാപകന്റെ സ്നേഹം സഹിക്കാൻ കഴിയില്ല. ഒരു തെറ്റ് ചെയ്താൽ ഒരു എഴുതേണ്ടത് എഴുതി കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അധ്യാപകൻ സ്ഥിരമായി അടിക്കും. ഇവനാകട്ടെ അടിക്കുന്നത് സാധാരണ കൊള്ളുന്ന ആളുമാണ്. ഇവൻ 2 അണ്ടർവെയർ ഇട്ടിട്ടാണ് വരിക. അപ്പൊ അടി കൊള്ളും. അതിലോന് വലിയ ബേജാറൊന്നുമില്ല. അടി ഏതായാലും അടിയല്ലേ, ഒന്ന് അടിച്ചോട്ടെ. ഏതായാലും ഇപ്പം നരകം, എന്നാ ഞാൻ കുറച്ചും കൂടി കള്ളുടിക്കുക അങ്ങനെ വിചാരിക്കും. സ്നേഹത്തിൽ കള്ളുടിക്കൂല, സ്നേഹത്തിൽ വ്യഭിചരിക്കൂല. കാരണം സ്നേഹം മുറിയണം. നിന്റെ ഭാര്യ നിന്റെ അടുത്ത് നോക്കി ഇരിക്കവേ നീ ഒരു ബ്ലൂ ഫിലിം മൊബൈലിൽ കാണും. പറ, എന്താ നിങ്ങളെന്താ മിണ്ടാപ്രാണികളാണോ? പറ, എന്തുകൊണ്ട്? മറ്റൊരു പെണ്ണിൻ്റെ വ്യഭിചാരം, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലെങ്കിൽ മറ്റൊരു പെണ്ണിനെ രാത്രി അല്ലെങ്കിൽ പകല് ഭാര്യയോട് കൂടെ ഇരുന്നിട്ട് നീ വേറൊരു പെണ്ണിന് ഫോൺ ചെയ്യും. എന്തുകൊണ്ട്? ഭാര്യ തല്ലുന്ന് മേടിച്ചിട്ടാണോ? അല്ല, തല്ലുന്ന് പേടിയുള്ളവരും ഉണ്ടാവും. ഓരെപ്പറ്റി ഇവിടെ വർത്താനല്ല. അല്ലാത്തവൻ നമ്മളെ ഭാര്യയുടെ തൊട്ടടുത്തിരുന്ന്, കുട്ടികളെ, കോളേജ് കുമാരന്മാരെ, കുമാരികളെ, യുവതി യുവാക്കളെ, നിങ്ങൾ പടച്ചോനെ പേടിക്കുന്ന വയൽ കേൾക്കരുത്. പേടിക്കണ്ടേ? പേടി അതേത് പേടിയാണെന്നറിയോ? KL 65 V 72 70, KL 8H 67 80, KL 13 AZ 37 86, KL 10 BJ 55 66. റോഡിലാണ്, കടയുടെ മുമ്പിലാണ് വണ്ടി ഉള്ളത്. അതൊക്കെ നീക്കി താഴെ റോഡിൽ ശ്രദ്ധിക്കണം. ഒന്നും കൂടി പറയും, തിരിച്ചു വരും. ഭാര്യയുടെ അടുത്തിരുന്ന് വേറൊരു പെണ്ണിന് ഫോൺ ചെയ്യും. അവളോട് അനാവശ്യ വർത്താനങ്ങൾ പറയും. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ എന്താ സംഭവിക്കുക? അതിലൊരു പേടിയുണ്ട്. ആ പേടി എന്തല്ല? ഒന്ന് പറ. ഭാര്യ അടിക്കുമോ എന്നുള്ള പേടിയല്ല, പകരം എന്താണ്? അവൾ നമ്മോട് പിണങ്ങോ എന്നുള്ള പേടി, അതാണ് പേടി. ഞാൻ സഭക്ക് വലിമൻ ഖാഫ. പണ്ടെന്തോ അർത്ഥം കേട്ടോ, ഇത് പുതിയൊരു അർത്ഥം കൂടി കേട്ടാ. വലിമൻ, ഒരാൾക്കുണ്ട്, ഖാഫ, അയാൾ പേടിച്ചു, മഖാമ റബ്ബിഹി,
അങ്ങനെ ഇവിടെ മുന്നിൽ സീറ്റുണ്ട്. വലിമൻ 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 ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. ചെവി കൂർപ്പിച്ച് കേൾക്കണം. ഈ ആയത്തിന് ഞാൻ പറയുന്ന അർത്ഥം കേൾക്കണം. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. നിന്റെ തൊട്ട് മുന്നിൽ റബ്ബ് നിൽക്കുന്നുണ്ട്. അവൻ നിന്നോട് പിണങ്ങുമോ എന്ന് നീ ഭയപ്പെട്ടു. അങ്ങനെ ഭയപ്പെട്ടാൽ പിന്നെ ആ തെറ്റ് ചെയ്യാൻ നിനക്ക് കഴിയില്ല. അപ്പോൾ ജന്നത്താന് അത്തരം ആളുകൾക്ക് 2 സ്വർഗം കൊടുക്കും. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, എൻ്റെ കൂടെ ഇല്ല. ഇത് വല്ലാത്തൊരു ഇമ്പോർട്ടൻ്റാ. ഇപ്പോഴും ജന്നത്താൻ വിശദീകരിച്ചിട്ടില്ല. ഒറ്റ വാക്ക് ഇപ്പോൾ അവസാനിപ്പിക്കും, നീട്ടൂല. വലിമൻ, ഏതൊരാൾക്ക്. വലിമൻ വലിയ അബദിനല്ല, വലിയ വിവാദത്തിൽ തല താഴ്ത്തിക്കൊള്ളണമെന്നില്ല. നേരം വെളുക്കുന്നവരെ തഹജ്ജുദ് നിസ്കരിച്ചോളന്നില്ല. ജീവിതത്തിൽ ഒരു തഹജ്ജുദ് നിസ്കരിച്ചോളൊന്നുമില്ല. തഹജ്ജുദ് നിസ്കാരമൊക്കെ ഇപ്പം തുടങ്ങിയല്ലേ. പണ്ടത്തെ കാലത്ത് ഒരു നാട്ടിലെ ഒരു മൊല്ലായും ഒരു ആചാര്യം നിസ്കരിച്ചെങ്കിൽ നിസ്കരിച്ചു, ബാക്കിയുള്ള ഒരു തഹജ്ജുദ് നിസ്കരിക്കൂല. എന്തുകൊണ്ട്? തഹജ്ജുദിനെതിരായിട്ടല്ല, അവർക്ക് നേരം വെളുത്താൽ വൈകുന്നേരം വരെ തെങ്ങിനും കവുങ്ങിനും പണിയുണ്ട്. ഈശായും നിസ്കരിച്ച് പോയാണ് കിടന്നാൽ സുബൈ ഓർത്താൽ അൽഹംദുലില്ലാ. ഇന്ന് നമുക്ക് പണിയില്ല, കുപ്പായം മാറ്റി നടക്കണ പണിയാണ്, പകലെന്നെ ഉറങ്ങാണ്. ഇപ്പോൾ ഇവിടെ കുത്തിരുന്ന് ഉറങ്ങണവരുണ്ടോ? അങ്ങനത്തെ ഒരാൾക്ക് രാത്രി എന്താ ഓന് ഉറങ്ങാൻ കഴിയൂല. ഒന്ന് ഇങ്ങനെ കണ്ണു മാൾമുക്കിന് നെട്ടി ഉണരും. പിന്നെ എടുക്കാനുള്ള പണി എന്താണ്? തഹജ്ജുദ്. നിന്റെ 1000 കൊല്ലത്തെ തഹജ്ജുദിനേക്കാൾ വലുതാണ് അന്നത്തെ ഒരു സാലിഹായ കൃഷിപ്പണിക്കാരൻ്റെ ഉറക്കം. ഓൻ ഹലാലായ ഭക്ഷണത്തിന് വേണ്ടിയൊക്കെ പണിയെടുക്കണ്. എന്നെപ്പോലെ ഒരു പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത തഹജ്ജുദ്കാരല്ല ഓൻ്റെ പണി. ഒരു കർമ്മത്തിനൊരു പ്രൊഡക്ടിവിറ്റി വേണം. ഒന്നും ഉണ്ടായിട്ട് പറയല്ല കേട്ടോ, പറ്റും. തഹജ്ജുദൊക്കെ നിസ്കരിക്കൽ നല്ല കാര്യം തന്നെ. പക്ഷേ നമ്മുടെ തഹജ്ജുദിന് മേലില്ല. നമുക്ക് ഗൾഫിൽ പോയ ഒരു ആട് മേക്കലിൻ്റെ പണി കിട്ടിയാൽ, ഇന്നിപ്പോൾ എല്ലാ തഹജ്ജുദും മുടക്കാത്ത നിങ്ങൾ ആട് മേക്കണ പണി ഗൾഫിൽ പോയി 24 മണിക്കൂറിൽ 18 മണിക്കൂറും പിന്നാലെ കൂടുന്ന അറബിയുടെ അർബാബിൻ്റെ പിന്നിൽ പണിയിട്ട് ഞങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുമോ? നിങ്ങൾ ഫർദ് നിസ്കരിച്ചാൽ നിങ്ങൾക്ക് ഒരു മാലട്ട്. വലിമൻ ഖാഫ, തഹജ്ജുദിലൊന്നല്ല പേടി വേണ്ട. വലിമൻ വലിയ ആബിദിൻ എന്നല്ല. ആബിദാവുമ്പോൾ അയാൾക്ക് ഇബാദത്തിന്റെ വസ്തു വേണം. ഇയാൾക്ക് ഇബാദത്തും വല്ലാതെ വേണ്ട, ഫർദ് മതി. അസ്ലി മനുഷ്യനാകാൻ ഫർദ് മതി. നീ സുന്നത്ത് ചെയ്യേണ്ടതല്ല, ചെയ്തിട്ടില്ലെങ്കിലും വേണ്ടില്ല. ഓൻ തങ്ങളാകണ്ട, ഓൻ മൂല്യരാകണ്ട, ഓൻ പ്രബോധകനാകണ്ട. വലിമൻ, ഓൻ MLA ആകാം, മൂല്യരാകാം, ഓൻ കച്ചവടക്കാരനാകാം. വലിമൻ ഏതൊരാൾക്കും. ഖാഫ അർത്ഥബക്ക് ഖാഫ, അവൻ ഭയപ്പെട്ടു. മഖാമ റബ്ബിഹി, എന്നോ റബ്ബിന്റെ കോടതിയിൽ നിൽക്കും നല്ല ചങ്ങായി. മഖാമ റബ്ബിഹി ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിന്റെ തൊട്ട് മുന്നിൽ ആയുണ്ട്. റബ്ബാത്താണ് നോക്കാം. അപ്പ അടിച്ചോനെ ആരോ പെണ്ണിന് ഫോൺ ചെയ്യാൻ വേണ്ടി മൊബൈൽ എടുത്താ, അപ്പോഴാണ് പെണ്ണുങ്ങൾ മുറ്റത്തെത്തിയിട്ടുണ്ട്, ഓള് മുന്നിലുണ്ട്. പിന്നെ മൊബൈൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, പേടിയായി. എൻ്റെ ഓള് പണിഞ്ഞാൽ പിന്നെ ഓളെപ്പോലത്തെ ഒരാളെ കിട്ടൂല. ഇതുപോലെ പണിഞ്ഞാൽ ഓനെപ്പോലത്തെ ഒരാളെ ഏതായാലും കിട്ടൂല. അത് റബ്ബാ. അപ്പോൾ വലിമൻ എന്നർത്ഥം. വലിമൻ. എൻ്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ റബ്ബിനെ സ്നേഹിക്കുക. റബ്ബ് നമ്മളെ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഈ സംവിധാനങ്ങളൊക്കെ പഠിച്ചത്. നിങ്ങൾ വലിയ MBA-കാരനാണ്, നിങ്ങൾ വലിയ IT എഞ്ചിനീയറാണ്. ഈ സെല്ലുകളെല്ലാം തലച്ചോറിൽ കൊടുത്തതാരാ? അല്ലാഹ്. ഈ ഭക്ഷണം ഉണ്ടാക്കി തന്നതാരാ? നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു സാധനം? നിങ്ങളെ കയ്യിൽ നിന്ന് ഇപ്പം അമേരിക്കൻ പ്രസിഡന്റിന് ഫോൺ ചെയ്യാം. എന്താ അത് തമ്മിലുള്ള ബന്ധം? വായു. ഈ സംവിധാനങ്ങളെല്ലാം വായുവിൽ സന്നിവേശിപ്പിച്ചതാരാ? ഒരു 200 ടണ്ണെങ്കിലും ഉണ്ടാവും സാധാരണ ഒരു വിമാനം. 200 ടൺ ഉണ്ടാവും. ഈ 200 ടൺ 150, 150, 175 ടണ്ണ് താഴ്ത്തുപോയി. അതേ സമയത്ത് ഒരു പ്രത്യേക സംവിധാനത്തിൽ ഒരു സാധനം ഒറ്റ കയറ്റ 150, 200 ടണ്ണുണ്ടാവും. ചിലപ്പോൾ ഒന്നും സംഭവിക്കില്ല. അത് പ്രത്യേക ലാൻഡ് ചെയ്യും. ആ കരുത്ത്, ഈ ലോകത്തെ ഏറ്റവും കരുത്തുള്ള സാധനമാണ് എന്ത്? വായു. ഏറ്റവും വഹിക്കാൻ കഴിയുന്ന സാധനമാണ് എന്ത്? വായു. ആ സംവിധാനം, ആ വായുവിനെ കൊടുത്തതാരാ? അവനെ സ്നേഹിക്ക്. മക്കളെ തന്നത് അല്ലാഹ്, ഭാര്യയെ തന്നത് അല്ലാഹ്, പോക്കറ്റിൽ പൈസ ഇട്ടുന്നത്
അവസാനിപ്പിക്കുകയാണ്. സമയം കഴിഞ്ഞു, ഞാൻ അവസാനിപ്പിക്കാം. ഓർമ്മപ്പെടുത്തല. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് റബ്ബിനെ സ്നേഹിക്കുക, എല്ലാം റബ്ബിനെ സ്നേഹിക്കുക. എല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ പേടിക്കണ്ട, വീണ്ടും റബ്ബിലേക്ക് തിരിച്ചു വരിക. എത്രത്തോളം ഇടതു ഭാഗത്തുള്ള ആളുകൾ മാറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരവിടുന്ന് പള്ളി സ്ഥലം ഇഷ്ടംപോലെ സ്ഥലം, ഇങ്ങോട്ട് മാറണം, നമ്മൾ ദിക്കിലേക്ക് പ്രവേശിക്കണം. അള്ളാഹുവിനെ ഭയപ്പെടുക. അവൻ എന്താണ് ഈ ഭയപ്പെടൽ? അവൻ്റെ മുന്നിൽ, അവൻ നമ്മളെ മുന്നിലുണ്ട്. ഇന്ന റബ്ബക ബിൽ മിർസാദ്, അവൻ നമ്മുടെ തൊട്ട് മുന്നിലുണ്ട്. അപ്പോൾ അവൻ നമ്മളോട് പിണങ്ങാൻ പാടില്ല. ആര് പിണങ്ങിയാലും അവൻ പിണങ്ങരുത്. ആരൊഴിവാക്കിയാലും റബ്ബ് ഒഴിവാക്കൂല. ബാപ്പ ഒഴിവാക്കും, ഉമ്മ ഒഴിവാക്കും, നാട്ടുകാർ ഒഴിവാക്കും, ലോകത്തെല്ലാവരും ഒഴിവാക്കും. ആരൊഴിവാക്കൂല. അവിടുന്ന് ആളുകൾ മാറണം എന്നോട് ഞാൻ പറയാം. ഇങ്ങോട്ട് നോക്ക്. ആരും നമ്മൾ ഒഴിവാക്കും. ഭാര്യ ഒഴിവാക്കും, ബാപ്പ ഒഴിവാക്കും, ഉമ്മ ഒഴിവാക്കും. ആരും ഒഴിവാക്കൂല. ഒഴിവാക്കൂല. 100 ആളെ കൊന്നവനെ ആരും ഒഴിവാക്കിയില്ല. 100 ആളെ കൊന്നു, എന്നിട്ട് ആരും ഒഴിവാക്കിയില്ല. ഒഴിവാക്കിയില്ല. സ്വന്തം കുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടിയ ഒരു വ്യക്തി പുണ്യ റസൂലിനോട് വന്ന് പറഞ്ഞു, പൊട്ടിക്കരഞ്ഞു. ആരും ഒഴിവാക്കിയില്ല. ഒഴിവാക്കിയില്ല. ആരൊഴിവാക്കിയാലും, ആര് പ്രശംസിച്ചാലും വിലയില്ല, ആര് വിമർശിച്ചാലും പേടിക്കുമെന്ന്. ഈ ലോകത്തെ എല്ലാവരും വിമർശിച്ചു. പേടിക്കണേ ചെയ്യരുത്. ഈ ലോകത്തിനെതിരായി പേടിക്കരുത്. ആരെതിരായാൽ അള്ളാഹു എതിരാച്ച പേടിക്കണം. ഈ ലോകത്തെല്ലാവരും നിങ്ങളെ കൂടെ ഉണ്ടായാൽ, അള്ളാഹു കൂടെ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും നടക്കൂല. ഈ ലോകത്തെല്ലാവരും നിങ്ങൾക്കെതിരായാലും അള്ളാഹു നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കൽ അവർ നിങ്ങളെ കാൽ ചുവട്ടിൽ വരും. വന്നിരിക്കും. അള്ളാഹു നിങ്ങളെ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരെ തൃപ്തിപ്പെടുത്തിയാൽ മതി. പേടിക്കണ്ട. ഒരു പേടിക്കണ്ട. ജനങ്ങളെന്നാൽ പുഴയിലെ വെള്ളം പോലെയാണ്, അത് വരും പോവും. പേടിക്കണ്ട. ഒഴിവാക്കിയ പ്രശ്നം. അപ്പോൾ നിങ്ങൾ എൻ്റെ വിദ്യാർത്ഥികളോട്, നിങ്ങൾ നിരീശ്വരവാദികളാക്കരുത് കുട്ടികളെ. അല്ലാഹ് എന്നത് ഏറ്റവും വലിയ സത്യമാണ്. ജന്നതാൻ, ഇവിടെ 2 സ്വർഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിൻ്റെ വ്യാഖ്യാനം എല്ലാ ആയത്തിലുണ്ട്. ഇവിടെ സ്വർഗത്തിന് വ്യാഖ്യാനമല്ല. സ്വർഗം എന്ന് പറഞ്ഞാൽ പൊതുവെ അള്ളാഹ്ക്കൊരു സ്വഭാവമുണ്ട്. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അതിൻ്റെ താഴ്ഭാഗത്തൂടെ അരുവികൾ സഞ്ചരിക്കും. നിങ്ങൾ എൻ്റെ കൂടെ തന്നെയല്ലേ? അർത്ഥം പറയാം, 1 മിനിറ്റ് കൊണ്ട് അർത്ഥം പറയും. ഇതിന് സാധാരണ അർത്ഥമല്ല, ഇത് സാധാരണ സ്വർഗമല്ല. സ്വർഗം എന്ന് പറഞ്ഞാൽ ഖുർആന്റെ പൊതു സ്വഭാവം തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അതിൻ്റെ താഴ്ഭാഗത്തൂടെ അരുവികൾ ഒഴുകുന്ന. ഇവിടെ അരുവിയില്ല, ഒന്നുമില്ല. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. ഏതാണ് ജന്നത്താൻ? അൽ ജന്നത്തുൽ ഉല ജന്നത്തു ഷുഹൂദ്, വൽ ജന്നത്തു സാനിയ ജന്നത്തു റൂഇയ. ഒന്ന് അള്ളാഹനെ അനുഭവിക്കുക. ഇവിടുന്ന് തന്നെ ആരെ അനുഭവിക്കും? അള്ളാഹനെ അനുഭവിക്കും. സത്യമാണ്, അള്ളാഹനെ അനുഭവിക്കും. ആരും ഒഴിവാക്കൂല. പെണ്ണുങ്ങളായ യാഥാർത്ഥ്യമാണെങ്കിലും അള്ളാഹ് യാഥാർത്ഥ്യമായിരിക്കും. അത് ഷുഹൂദാണ്. നിന്റെ മുന്നിൽ അള്ളാഹു എന്ന ബോധമുണ്ട്. ആ ബോധത്തിൽ നീ എഞ്ചിനീയർ ആയിക്കോ, നീ ആരായിക്കോ. ഇവിടെ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നല്ലോ, ഇന്ത്യൻ പ്രസിഡന്റ്. ആ മനുഷ്യനെ പറ്റി ഈ രാജ്യത്തെ ഹിന്ദുക്കൾക്ക് പറഞ്ഞിട്ട് ഇപ്പോഴും നാവ് തീർന്നിട്ടില്ല. അത് പടച്ചോനെ സ്നേഹിച്ച ഒരു മനുഷ്യനായിരുന്നു. അതാണ് മഹാനായ നമ്മുടെ പ്രസിഡന്റ് അബ്ദുൽ കലാം സാഹിബ്. അള്ളാഹു ആ മനുഷ്യന്റെ ദറജ ഏറ്റി കൊടുക്കട്ടെ. അള്ളാഹു ആ മനുഷ്യൻ്റെ ഇറങ്ങിപ്പോകുമ്പോൾ, പ്രസിഡന്റ് ഭവനിൽ നിന്ന് ഇറങ്ങിപ്പോവുക, രാഷ്ട്രപതി വന്ന് ഇറങ്ങിപ്പോകുമ്പോൾ തൻ്റെ പ്രധാനപ്പെട്ട ആളെ വിളിച്ചിട്ട് തൻ്റെ പെട്ടി ഒന്നും കൂടി തട്ടിക്കൊട്ടി ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അയാൾ ശുദ്ധീകരിച്ചിട്ട് ചോദിച്ചിട്ട് എന്തിനാണ്? അല്ല, ഒന്നുമല്ല, ഞാൻ ഇവിടെ നിന്നൊന്നും കൊണ്ടുപോയിട്ടില്ലാന്ന് നീ സാക്ഷിയാകാനും. ഈ ആസുര കാലത്തും അതാണ് മനുഷ്യൻ. കോർപ്പറേറ്റുകൾക്ക് പ്രസിഡന്റുമാർ റമദാനിൽ വിരുന്നൊടുക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാജ്യത്തിൻ്റെ നികുതി പണത്തിൽ നിന്ന് കോർപ്പറേറ്റുകൾക്ക് റമദാനിൽ വിരുന്ന് കൊടുക്കുന്നത് അള്ളാഹും റസൂലും ഇഷ്ടപ്പെടൂല. പള്ളിയുടെ മുന്നിൽ റമദാന് നോമ്പ് കാലത്ത് അവസാനം നോമ്പറക്കാനിരിക്കുന്ന പാവങ്ങളുണ്ടാവും. ആ ചെരുപ്പില്ലാത്തൊരു ഉടുതുണി അവർക്ക് കൊണ്ടേ കൊടുക്കുക. അതാണ് നമ്മളെ നോമ്പറപ്പിക്കൽ. അങ്ങനത്തെ ഒരു പ്രസിഡന്റ് നമുക്ക് ഉണ്ടായിട്ടില്ലേ? എന്താ കാരണം? അള്ളാഹുവിനുള്ള വിശ്വാസ കാരണം. എൻ്റെ റബ്ബിനെ ഒഴിവാക്കരുത്. അതുകൊണ്ട് പേടിപ്പിക്കലിന് പിന്നാലെ പോകണ്ട, സ്നേഹിക്കുക. ആര്?
ഉറക്കെ പറയാരെ അല്ലാ നമ്മൾ ഒഴിവാക്കൂല ഒരിക്കലും. എൻ്റെ കുട്ടികൾ പേടിക്കണേരുത്, റബ്ബ് നമ്മൾ ഒഴിവാക്കൂല. നിങ്ങൾ എന്ത് തെറ്റ് ജീവിതത്തിൽ വ്യഭിചരിച്ചിട്ടുണ്ടാകാം, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി ആവർത്തിക്കാതിരിക്കുക. എത്ര തെറ്റിയതാലും ആരും ഒഴിവാക്കൂല. അല്ലാ ഇവിടെ മലക്കുണ്ട്. ഇവിടുത്തെ മലക്കിനോട് പറഞ്ഞിട്ടുണ്ട് നന്മ ചെയ്താൽ ഉടനെ എഴുതണം. ഇവിടുത്തെ മലക്കിനോട് പറഞ്ഞിട്ടുണ്ട് എഴുതരുത്, അംഹിൽഹു, കുറച്ച് നേരം നിന്ന് കൊടുക്കണം. ആ സദസ്സിൽ എപ്പോഴെങ്കിലും അവൻ പശ്ചാത്തപിച്ചാൽ പിന്നെ എഴുതരുത്. ഇയാൾക്ക് ഓർഡറാണ്, വേഗം എഴുതണം. ഇയാൾക്ക് ഓർഡറാണ്, അവസാനം എഴുതിയാൽ മതി. ഇങ്ങനത്തെ ഒരു സ്നേഹിയായ റബ്ബിനെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തിനാ മോനെ നരകത്തിന് റബ്ബിനെ മനസ്സിലാക്കുന്നത്? റബ്ബിന്റെ റഹ്മത്തിന് മനസ്സിലാക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇനി ഒരു വാക്കും കൂടി, മൂന്നാമത്തെ വിഷയം കൺഫ്യൂഷനാണ്. ദുഹാന്റെ കാലം ആയി. ദുഹാൻ